നിലവിൽ ഒരു കേസാണ് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയാണ് നമുക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പ് NIV പൂനെയിൽ നിന്ന് ലഭിച്ചത്. ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചു ചേർത്തിരുന്നു. ബഹുമാന്യരായ മിനിസ്റ്റേഴ്സും അതിൽ പങ്കെടുത്തു. ആ മീറ്റിങ്ങിൽ തന്നെ നമ്മൾ ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ആ കർമ്മ പദ്ധതി അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 16 കമ്മിറ്റികൾ നമ്മൾ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. കോർ കമ്മിറ്റികൾ, അതിൽ സർവൈലൻസ് ഉൾപ്പെടെയുള്ളവ ഈ കമ്മിറ്റികളുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 188 കോണ്ടാക്റ്റുകളാണ് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. പ്രാഥമികമായി ഇത്രയും മണിക്കൂറിനുള്ളിൽ 188 കോണ്ടാക്റ്റുകളാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സർവൈലൻസ് ടീം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഈ കുട്ടിക്ക് പനിയുമായി ആദ്യം പേരൻസ് ഒരു പ്രൈവറ്റ് ക്ലിനിക്കിലാണ് പോയത്. ആ പ്രൈവറ്റ് ക്ലിനിക്കിൽ ഏതാണ്ട് 9 കോണ്ടാക്റ്റുകൾ ഉണ്ട്. അതിനുശേഷം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഒരു 7ഓളം കോണ്ടാക്റ്റുകളുണ്ട്. അതിനുശേഷം മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തപ്പെടുന്നത്. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റെഡ് ഏരിയയിലാണ് ഉണ്ടായിരുന്നത്. അവിടെയുള്ള കോണ്ടാക്റ്റുകൾ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തു. അവിടെ മാത്രമല്ല, ഈ പോയ പ്രൈവറ്റ് ക്ലിനിക്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഉള്ള എല്ലാ കോണ്ടാക്റ്റുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ ക്ലോസ് കോണ്ടാക്ട്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തു. ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളവരെല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവരിൽ ഹൈ റിസ്ക് ആയിട്ടുള്ളവർ 188 പേരിൽ ഹൈ റിസ്ക് കോണ്ടാക്റ്റ് 20 പേരാണ്. ഈ 188 പേരിൽ ഹൈ റിസ്ക് കോണ്ടാക്റ്റിൽ 20 പേരാണ് ഹൈ റിസ്ക് കോണ്ടാക്റ്റ്. 2 പേര് സിംറ്റമാറ്റിക് ആണ്. ഈ 2 പേരും ആരോഗ്യ പ്രവർത്തകരാണ്. ഒരാൾ സ്വകാര്യ ആശുപത്രിയിലെയും മറ്റേയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും. ഇന്ന് 4 മണിക്കകം ഹൈ റിസ്ക് ആയിട്ടുള്ള 20 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ ചികിത്സയ്ക്കായി വേർതിരിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ ചേർന്ന അടിയന്തര യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പേവാർഡ് നിപ്പ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി, ആ ബ്ലോക്ക് നിപ്പ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാറ്റുന്നതിനാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന കോവിഡ് പേഷ്യൻസിനെ നമ്മൾ മറ്റ് വാർഡിലേക്ക് മാറ്റുകയും അവിടെ ക്ലീനിങ് ഉൾപ്പെടെയുള്ളവ, അണുനശീകരണം ഉൾപ്പെടെയുള്ളവ ഈ വാർഡുകളിൽ നടത്തിയിട്ടാണ് ഇവിടേക്ക് ഇപ്പോൾ നമ്മൾ ഈ കോണ്ടാക്റ്റിലുള്ള സമ്പർക്ക പട്ടികയിലുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള 20 പേരെ മാറ്റുന്നത്. ബാക്കി എല്ലാവരോടും കൃത്യമായിട്ടുള്ള ഐസൊലേഷനിലേക്ക് പോകുന്നതാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് പേ വാർഡ് നിലനിൽക്കുന്ന ബ്ലോക്കിൽ ഏറ്റവും താഴെ നമുക്ക് 3 നിലകളാണ്. അതിൽ ഒരു നിലയിൽ നിപ്പ പോസിറ്റീവായിട്ട് ഇനി ആരെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഒരു നിലയിൽ പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, 2 നിലകളിൽ അവിടെ കോണ്ടാക്ട്സ് ഉള്ളവർ അല്ലെങ്കിൽ സമ്പർക്കത്തിലുള്ള ഹൈ റിസ്കിലുള്ളവരെ നമ്മളവിടെ താമസിപ്പിച്ച് ഒബ്സർവ് ചെയ്യാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മാവൂരാണ് ഈ കുട്ടിയുടെ വീട്. അവിടെ നിന്ന് 3 കിലോമീറ്റർ റേഡിയസിൽ കണ്ടെയ്ൻമെൻറ്റ് ഏർപ്പെടുത്തണമെന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ 3 കിലോമീറ്റർ മാത്രമല്ല, 3 കിലോമീറ്ററിൽ സ്ട്രിക്റ്റ് കണ്ടെയ്ൻമെൻറ്റ്, അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ജില്ലയിൽ മുഴുവൻ, അതുപോലെ ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സ് അഭിപ്രായപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും ജാഗ്രത ഉണ്ടാകേണ്ടതാണ്. ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ട്രേസിങ് 188 എന്നുള്ളത് ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവ കോണ്ടാക്ട്സ് കൂടി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇനിയും സെക്കൻഡറി കോണ്ടാക്ട്സ് ആ രീതിയിൽ തന്നെ വിപുലമായി നമ്മുടെ സർവൈലൻസ് ടീം. ഇപ്പോൾ 27-ാം തീയതിയാണ് ഈ കുഞ്ഞിന് പനി വന്നത്. അപ്പോൾ
അപ്പോൾ നമ്മുടെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ഒരു 7 days 7 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരാഴ്ച വളരെ കൃത്യമായിട്ട് സമയബന്ധിതമായി കോണ്ടാക്റ്റ് ട്രേസിങ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അത് നമ്മളുടെ ഈ വൈറസിൻ്റെ വ്യാപനത്തെ തടയുന്നതിലും പിടിച്ചു നിർത്തുന്നതിലും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 7 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഇൻക്യുബേഷൻ പീരീഡ് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അടുത്തൊരു കാര്യം ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ഈ കോണ്ടാക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ഇത്രയും അധികം സാമ്പിളുകൾ ഇപ്പോൾ 188 ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിനോടും അതുപോലെ NIV പൂനെയോടും ആവശ്യപ്പെട്ടത് നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു ടെസ്റ്റിംഗ് സംവിധാനം ഉണ്ടാകണം. അപ്പോൾ ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി തന്നെ നേരിട്ട് നടത്തുന്ന ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതനുസരിച്ച് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ള കാര്യം, നാളെ വൈകുന്നേരത്തിനുള്ളിൽ പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ്, അതായത് അത് ട്രൂനാറ്റ് ടെസ്റ്റാണ് നടത്തുന്നത്. പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് അതിനുള്ള സംവിധാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുക്കും. ഇന്നലത്തെ മീറ്റിങ്ങിൽ നമ്മൾ തീരുമാനിച്ചത് നമുക്ക് അങ്ങനെ ഒരു ടെസ്റ്റിംഗ് വേണമെന്നും അതിനുള്ള സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ NIV പൂനെ അവരുടെ ഒരു ടീം തന്നെ ഇവിടെ വരും. ഈ ടെസ്റ്റുകൾ അവരായിരിക്കും നടത്തുക. ആ ടീം ഇവിടെ വരും. പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് ഇവിടെ നടത്തും. പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിങ്ങിൽ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയാൽ നമുക്കൊരു കൺഫർമേറ്ററി ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. ആ കൺഫർമേറ്ററി ടെസ്റ്റ് NIV അറിയിച്ചിരിക്കുന്നത്, NIV പൂനെ അറിയിച്ചിരിക്കുന്നത് പൂനെ NIVയിൽ നടത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ സമയം ഒരു വിഷയമാണ്. NIV പൂനെയിൽ അയച്ച് വരുമ്പോൾ താമസിക്കുകയാണെങ്കിൽ അത് ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ 12 മണിക്കൂറിനുള്ളിൽ NIV പൂനെയിലേക്ക് അയക്കുന്ന സാമ്പിളുകൾ, അതായത് ആദ്യത്തെ ടെസ്റ്റ് കടന്ന് അതിൽ പോസിറ്റീവ് ആകുന്ന സാമ്പിളുകൾ 12 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് കേരളത്തെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ടെസ്റ്റിംഗ് ക്രമീകരിക്കണം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ NIVയുടെ ലാബ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവർ പ്രവർത്തനം ആരംഭിക്കും. ആ രീതിയിലാണ്. കാരണം മെഷീൻസൊക്കെ നമുക്ക് കൊണ്ടുവരാനുണ്ട്. അവരാണത് സെറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. KMCL നമ്മൾ ഇന്നലെ തന്നെ ഇതിൻ്റെ ഒരു മരുന്നുകളുടെ ലഭ്യത ചെക്ക് ചെയ്തിരുന്നു. മരുന്നുകൾ ലഭ്യമാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ഷോർട്ടേജ് ഒന്നും ഉണ്ടാകില്ല. അത് കോഴിക്കോട് ജില്ലയിൽ അത് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മോണോക്ലോണൽ ആൻറ്റിബോഡിയുടെ വിഷയം. മോണോക്ലോണൽ ആൻറ്റിബോഡി ഇപ്പോൾ നമുക്ക് 2018 ലഭിച്ചത് 2015 നിർമ്മിച്ചതാണ്. അപ്പോൾ 5 വർഷമാണ് അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ. 2015 ഉള്ള അതിൻ്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് 2015 ഇയർ ഓഫ് മാനുഫാക്ചറിങ്. അപ്പോൾ 2018 അതാണ് നമുക്ക് 2018 ലഭിച്ചത്. പിന്നീട് 2 വർഷം 2020 ആയപ്പോഴേക്കും അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ മോണോക്ലോണൽ ആൻറ്റിബോഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ICMR നമ്മൾ ICMR-നെ ഈ വിഷയം അറിയിക്കുകയും ICMR ഓസ്ട്രേലിയയുമായിട്ട് ബന്ധപ്പെടുകയും 7 ദിവസത്തിനുള്ളിൽ മോണോക്ലോണൽ ആൻറ്റിബോഡി നമുക്ക് ലഭ്യമാക്കാമെന്നുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും തീരുമാനം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കുഞ്ഞ് സഞ്ചരിച്ച റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും. ഏത് സമയം എവിടെ ഏത് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഡേറ്റും സമയവും സഹിതം ആ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും. ആ റൂട്ട് മാപ്പിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന കോണ്ടാക്ട്സ് കൂടാതെ മറ്റ് കോണ്ടാക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ആളുകൾക്കുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം. അതനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ കോണ്ടാക്റ്റുകൾ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ആരും വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പാക്കാം. ഇപ്പോൾ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കോൾ സെൻറ്റർ ഇതിനു വേണ്ടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോവിഡിന് വേണ്ടിയിട്ടുണ്ട്. പക്ഷേ അതുകൂടാതെ നിപ്പായ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് കോൾ സെൻറ്റർ ഉണ്ട്. 2 നമ്പറുകളാണ് അവിടെ ഇപ്പോൾ നമ്മൾ ലഭ്യമാക്കിയിരിക്കുന്നത്. ആ 2 നമ്പറുകൾ 0495 238 2500. നമ്പർ ഒന്നുകൂടെ പറയാം, 0495 238 2500. അടുത്ത നമ്പർ ഇവിടുത്തെ കോഡ് കഴിഞ്ഞതിന് ശേഷം 0495 ശേഷം 238 2800. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോൾ സെൻറ്റർ നിപ്പയ്ക്ക് വേണ്ടി പ്രവർത്തനം
2018 പോലെ തന്നെ നമ്മളവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മറ്റ് ഹ്യൂമൻ പവർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം, ഇതൊന്ന് നോക്കുമ്പോൾ കൂടുതൽ കോൺടാക്ട്സ് വന്നിട്ടുള്ളത് ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരാണ്. ഇപ്പോൾ നിപ്പയുടെ ഒരു നിപ്പ വൈറസ് ബാധ നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ സാധ്യതയുള്ളത് ഹെൽത്ത് വർക്കേഴ്സിന് രോഗം വരാനാണ്. കാരണം എല്ലാ ഹ്യൂമൻ ഫ്ലൂയിഡ്സും ഇൻഫെക്ഷ്യസ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഈ കോൺടാക്ട് ലിസ്റ്റിലും കൂടുതലായിട്ട് അവരുണ്ട്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിപ്പ ബ്ലോക്ക് കൂടി ആരംഭിക്കുമ്പോൾ മാൻ പവർ ഷോർട്ടേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു. അഡീഷണലായിട്ട് നമുക്ക് മാൻ പവർ റിക്രൂട്ട് ചെയ്യാം. അത് നിലവിലുള്ള അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നത് നമ്മൾ കോവിഡിലേക്കോ മറ്റ് ഇതിലേക്കോ ഉപയോഗിച്ചുകൊണ്ട് നിപ്പായ്ക്ക് വേണ്ടി നമ്മുടെ നിപ്പ ചികിത്സയ്ക്ക് വേണ്ടിയും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നമ്മുടെ സിസ്റ്റത്തിലുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ തന്നെ ഉപയോഗിക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ ആ ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ICU ഉണ്ട്. ഇപ്പോൾ അത് നെഗറ്റീവ് പ്രഷർ ICU ആയിട്ട് നമ്മൾ മാറ്റിയതാണ്. അപ്പോൾ ആ നെഗറ്റീവ് പ്രഷർ ICU നമ്മൾ നിപ്പായുടെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നെഗറ്റീവ് പ്രഷർ ICU ഉപയോഗിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇതുമായി ബന്ധപ്പെട്ട് ചില ഓഫീസേഴ്സിനെ കൂടി ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പിൻ്റെ ഉൾപ്പെടെ ഓഫീസേഴ്സ് ഇവിടേക്ക് വരുന്നുണ്ട്. ഒരു കാര്യം ഈ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, വളരെ കൃത്യമായിട്ടുള്ള കോണ്ടാക്ട് ട്രേസിങ്ങും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ നടത്തുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, ഇപ്പോൾ നമ്മളിവിടെ നടത്തിയ മീറ്റിങ്ങിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഓരോ ഡേറ്റയും വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും ഭയക്കുകയോ ഭീതിയോ ഒന്നും വേണ്ട. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ആശങ്ക വേണ്ട, പക്ഷേ അതീവ ജാഗ്രത ഉണ്ടാകണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആ ഇൻഫർമേഷൻസ് സർക്കാരുമായിട്ട് ആരോഗ്യ വകുപ്പുമായിട്ടോ ജില്ലാ ഭരണകൂടവുമായിട്ടോ നമുക്ക് ഷെയർ ചെയ്യാം. ഈ ലൈനുകൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ മുന്നിലുള്ള ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ആ വീട്ടിലൊരു ആടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ കുട്ടിയുടെ വീട്ടിൽ ഒരു ആട് ഉണ്ടായിരുന്നു, ആടുണ്ട്. അപ്പോൾ ഒരു ആടിന് എന്തോ ഒരു അസുഖം വന്നു എന്ന് നമ്മളുടെ ഒരു മീറ്റിങ്ങിൽ വന്നു. നമ്മളത് പരിശോധിച്ചപ്പോൾ 2.5 മാസത്തോളം മുൻപാണ് ആടിന് അസുഖം ഉണ്ടായതെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ ആ വിവരം കൂടി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ വിവരങ്ങളും നമ്മുടെ മുന്നിലുള്ള, നമ്മൾ കണ്ടെത്തുന്ന, മുന്നിലേക്ക് എത്തുന്നത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തുന്ന എല്ലാ വിവരങ്ങളും പ്രോസസ്സ് ചെയ്യുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വളരെ മികച്ച രീതിയിൽ അതെ എല്ലാ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിൽ 4 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട മീഡിയ ബ്രീഫിംഗ് ഉണ്ടായിരിക്കും. നമുക്ക് ഇന്ന് 3 മണിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസുമായി ഒരു ചർച്ചയുണ്ട്. അവരെയും കൂടെ വിളിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പലതരത്തിലുള്ള ഇപ്പോൾ വൈറൽ ഫീവർ ഉണ്ട്, കോവിഡിൻ്റെ പനിയുടെ ലക്ഷണങ്ങളുള്ളവരുണ്ട്. അപ്പോൾ കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിൽ നമുക്ക് PPE കിറ്റ്, മാസ്ക്, ഗ്ലൗസ് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതൊരു വശത്ത് നിലനിൽക്കുമ്പോഴും അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളവർ, ഇപ്പം നമുക്കൊരു രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമ്മളൊരു പ്രോട്ടോകോൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഏത് രീതിയിലാണ് അത് പരിശോധിക്കേണ്ടതെന്ന് സംബന്ധിച്ച്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിയിക്കാനോ ഉണ്ടെങ്കിൽ, ഡേറ്റ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും അറിയിക്കാം. പക്ഷേ നിപ്പായുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഈ ലൈനുകളിൽ വിളിച്ചും അറിയിക്കാവുന്നതാണ്. ഞാൻ പറയാം, അത് മറുപടി പറഞ്ഞോട്ടെ. അല്ല, നമ്മളത് എത്രയും ഓസ്ട്രേലിയയിൽ നിന്നാണ് മരുന്ന് വരേണ്ടത്. പക്ഷേ ഇപ്പം നമുക്ക് നിലവിൽ പേഷ്യൻസ് ഇല്ല, ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ഷോർട്ടസ്റ്റ് പീരീഡാണ് അവർ പറഞ്ഞത്. നമുക്ക് കുറച്ചുകൂടി എളുപ്പം തരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, നമ്മൾ ICMR ആവശ്യപ്പെടുന്നുണ്ട്. ഈ സോഴ്സിൻ്റെ കാര്യം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കോൺടാക്ട് ട്രേസിങ് നടത്തുന്നത് പോലെ, കോൺടാക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലെ ഈ കുഞ്ഞാണോ ആദ്യത്തെ കേസ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ സോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ സമയത്തുണ്ടായ അല്ലെങ്കിൽ
ഉണ്ടായ മരണങ്ങൾ, കുടുംബത്തിൽ അല്ലെങ്കിൽ കുഞ്ഞുമായി കോണ്ടാക്ട്സ് ഉണ്ടായിട്ടുള്ള ആ രീതിയിലുള്ള മരണങ്ങൾ ഉൾപ്പെടെയുള്ളവ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഡെത്ത് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. സോഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ, അപ്പം അതുപോലെ വീടുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ടുള്ള ആരൊക്കെയാണ്, മറ്റു ജില്ലകളിൽ നിന്ന് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വിശദമായിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. എന്തോ ഉണ്ട് ഉണ്ട്, അവർ ഓൾറെഡി പോയി, ഇപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് വീണ്ടും പോകുന്നുണ്ട്. ഇതിൽ നമുക്ക് കോഴിക്കോടുമായി ബന്ധപ്പെട്ട് ശരിയാണ്, നമുക്ക് രണ്ടാമത്തെ ഔട്ട് ബ്രേക്കാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരു BSL ലെവൽ 3 ലാബ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വർക്ക്, അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ഇങ്ങനെയുള്ള നിപ്പ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കപ്പെടുന്നതിന് സാഹചര്യം നമ്മുടെ ഈ മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, ക്രമീകരിക്കാൻ കഴിയാമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ആലോചിച്ച്, വളരെ പ്രാധാന്യത്തോടെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അത് ചെയ്യും. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ആളുകളെ നമ്മളിവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ കോവിഡ് മാനേജ്മെൻറ്റ് നന്നായിട്ട് നടക്കണം. ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത് ഇന്ന് നമുക്ക് ഒരു 10 ലക്ഷം ഡോസ് വാക്സിൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നാളെ കഴിഞ്ഞില്ലെങ്കിൽ മറ്റന്നാൾ മുതൽ നമുക്ക് നല്ല രീതിയിൽ നാളെ എത്തിക്കാൻ, ഇപ്പോൾ ഇന്ന് നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് നാളെ തന്നെ വാക്സിനേഷൻ നടത്താൻ കഴിയും. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ അൺഅഫക്റ്റഡായി, കോഴിക്കോട് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും അൺഅഫക്റ്റഡായിട്ട് വാക്സിനേഷൻ ഉൾപ്പെടെ മറ്റ് കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ മേഖലയിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു വിഷയം വരാത്ത രീതിയിലാണ് നടത്തേണ്ടത്. പിന്നെ പൊതുവായിട്ടുള്ള ജാഗ്രത കോമൺ ആണ്. നമുക്ക് കൃത്യമായി നമ്മൾ നല്ല മാസ്കുകൾ, ഒരു കാര്യം കൂടി പ്രത്യേകം പറയാനുള്ളത്, ക്വാളിറ്റിയുള്ള നല്ല മാസ്കുകൾ വെക്കുന്നത് ആണ് വെക്കേണ്ടത്. അതുകൊണ്ട് ഗ്ലൗസ്, സാമൂഹിക അകലം, ഇതൊക്കെ നമ്മൾ ഈ കോവിഡിലും നിപ്പായുടെ പ്രതിരോധത്തിലും സഹായിക്കും. അപ്പോൾ ആ രീതിയിൽ ശക്തമായിട്ടുള്ള ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം എല്ലാവരുടെയും ഭാഗത്തു നിന്ന്, ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ അത് ഞാൻ പറഞ്ഞില്ല, 4 മണിക്ക് മുൻപ് 20 പേരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഹൈ റിസ്ക് ആയിട്ടുള്ള 20 പേരെ മെഡിക്കൽ കോളേജിലേക്ക്. ഞാൻ അതിലെനിക്ക് 36 പേരാണെന്ന് തോന്നുന്നു. അതിൽ ഡോക്ടർ നവീനുണ്ടോ? യെസ്. അതെത്ര, 100 MCH-ലേത്? മറ്റേ സ്വകാര്യ ആശുപത്രിയിലെ 36+6 ആണ്, 100 ആണ്. യെസ്. MCH-ൽ 100-ഉം മറ്റ് 4 മണിയാകുമ്പോഴത്തേക്ക് എത്തിക്കുക. അതുകൊണ്ട് ഡേറ്റ ഉണ്ട്. MCH-ൽ 100, പിന്നെ MIMS-ൽ 36+6. പിന്നെ അതിന് മുൻപുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. എവിടെ? അതൊരു റെഡ് ഏരിയ ആയിരുന്നു. അവിടെ ഒരുപാട് പേർ വന്നിരുന്ന ഒരു ദിവസം കൂടിയാണ്. 1-ാം തീയതിയാണ് കുഞ്ഞവിടെ എത്തപ്പെട്ടത്, ട്രയാജിലൊക്കെ. പിന്നെ ഇതിൽ ഈ പ്രൊസീജിയർ ചെയ്ത ആളുകളാണ് ശരിക്കും ഈ ലിസ്റ്റിലുള്ളത്. അതിൽ കോണ്ടാക്ട്സ് ഉള്ളവർ, പിന്നെ അവിടെ ഉണ്ടായിരുന്നവർ, ആ സ്പേസിൽ ഉണ്ടായിരുന്നവരെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെന്നാണ്. എന്തൊക്കെയോ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അവരുടെ സാമ്പിൾ എടുക്കും. ഇപ്പോൾ അവരോട് ഇന്നാണ് നമ്മൾ അറിഞ്ഞത്, ഒരു കുറച്ച് സമയമായിട്ടുള്ളൂ. അതായത് നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്ത് വന്നപ്പോഴാണ് ഇവർക്ക് പനി രോഗലക്ഷണമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരോട് ഉടനെ തന്നെ ഐസൊലേഷനിലേക്ക് പോകാൻ, അവർ പിന്നെ ഹെൽത്ത് വർക്കേഴ്സാണ്, ഐസൊലേഷനിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ നിന്നെടുത്ത് ആലപ്പുഴ NIV-ൽ അത് പരിശോധിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ റിസൾട്ട് പൂനെയിലേക്ക് പോയി. അവർക്ക് അങ്ങനെയാണ് അവരുടെ നടപടി. എങ്ങനെ അവിടെ NIV പൂനെയിൽ നിന്നാണ് നമ്മളെ അറിയിക്കുന്നത്. അല്ല, അത് പരിശോധിക്കും.
അങ്ങനെ ഈ കാര്യം കൃത്യമായി പരിശോധിക്കപ്പെടും. ഓക്കെ, കഴിഞ്ഞോ? ഞാനത് പ്രത്യേകം പറയാം. റൂട്ട് മാപ്പ് വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ ഓൾമോസ്റ്റ് റെഡിയാണ് പബ്ലിഷ് ചെയ്യും. അപ്പം നാളെ പത്രങ്ങളിലും അതുപോലെ നമുക്ക് മറ്റ് വിഷ്വൽ മീഡിയയിലൊക്കെ കൊടുക്കത്തക്ക രീതിയിലേക്ക് അതിൻ്റെ ഒരു പ്രസിദ്ധീകരിക്കുന്നതാണ്. വാർഡല്ല, വാർഡുകൾ, സമീപ വാർഡുകൾ, ഒരു പഞ്ചായത്ത്, അതെ, ആ വീട് ഫോക്കസായി വെച്ചുകൊണ്ട് 3 കിലോമീറ്റർ ചുറ്റളവിൽ. അതിൽ ഇപ്പുറത്ത് എനിക്കൊന്ന് മുക്കം മുനിസിപ്പാലിറ്റി കുറച്ച് ഭാഗം വരുന്നുണ്ട്, കൊടിയത്തൂർ വരുന്നുണ്ട്, പിന്നെ ചാത്തമംഗലത്തിൻ്റെ. ഇത് നമ്മുടെ കോൺടാക്ട്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്താണ് ഇതിൽ വേരിയേഷൻ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യും.